പൊന്നാനിയിൽ അപൂർവ ഇനം ഭൂഗർഭ മത്സ്യത്തെ കണ്ടെത്തി. വെട്ടൂർ ആയിരവില്ലൻ ക്ഷേത്ര കിണറ്റിൽ നിന്നാണ് മത്സ്യത്തെ കണ്ടെത്തിയത്. അപൂർവ ഇനം ഭൂഗർഭ മത്സ്യമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഫിഷറീസ് വകുപ്പിന് മത്സ്യത്തെ കൈമാറി. ആയിരവില്ലൻ ക്ഷേത്രത്തിന്റെ കിണറ്റിലാണ് ഭൂഗർഭ മത്സ്യത്തെ കണ്ടെത്തിയത്. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതിനായി കിണറ്റിലെ വെള്ളം വലിയ പാത്രത്തിൽ ശേഖരിച്ചപ്പോഴാണ് മത്സ്യത്തെ കണ്ടെത്തിയത്. സംശയം തോന്നിയതോടെ പത്തനംതിട്ടയിലെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ശ്രീകൃഷ്ണ ജയന്തി അന്ന് രാവിലെ കുട്ടികൾക്ക് ഭക്ഷണം തയ്യാറാക്കാനായി അണ്ടാവി വെള്ളം പിടിച്ച സമയത്ത് ഓസ് വഴി മത്സ്യം അണ്ടാവി വീഴുകയും ആ മത്സ്യത്തെ പിന്നെ നമ്മൾ ക്ഷേത്ര ഉപസമിതിയുടെ പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും പ്രസിഡന്റ് ഫിഷറീസ് വകുപ്പിനെ വിളിച്ചതനുസരിച്ച് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞത് നല്ല ശുദ്ധജലത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യമാണെന്നും ഇതിന് കണ്ണില്ല എന്നും പറയുകയുണ്ടായി. ഇതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക കൗതുകമാണ്. പിന്നെ അവർക്ക് കൈമാറാൻ തീരുമാനിക്കുകയായിരുന്നു. മത്സ്യത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ഫിഷറീസ് ഉദ്യോഗസ്ഥരാണ് അപൂർവ മത്സ്യമെന്ന് സ്ഥിരീകരിച്ചത്. ഈ മത്സ്യം ഭൂമിയുടെ ഉള്ളറകളിൽ ശുദ്ധജലത്തിലാണ് ജീവിക്കുന്നതെന്നും കിണറുകളിൽ നിന്ന് കിണറുകളിലേക്കാണ് ഇതിന് സഞ്ചാരമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു ചെറുവിരലിന്റെ വലിപ്പം മാത്രമാണ് മത്സ്യത്തിനുള്ളത്. അപ്പോൾ ആ മീനെ നമ്മൾ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ കളറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കി. മുൻകാലങ്ങളിൽ പത്രത്തിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, ചെങ്ങന്നൂർ സൈഡിൽ ഇങ്ങനെ മീനെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫിഷറീസിനെ ഇതിന്റെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർ പറഞ്ഞത് പ്രത്യേക മീനാണ് എന്ന് പറഞ്ഞു. അപൂർവമായിട്ട് കാണുന്ന മീനാണ്, ഭൂഗർഭ ശുദ്ധജലത്തിൽ വളരുന്ന മീനാണെന്ന്. 2018 പ്രളയത്തിന് ശേഷം അപൂർവ മത്സ്യത്തെ കൂടുതലായി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. അപൂർവ ഇനമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മത്സ്യത്തെ കൈമാറി. ചുട്ടിപ്പാറ കോളേജിലെ ഫിഷറീസ് വിഭാഗം കുട്ടികൾക്ക് പഠിക്കുന്നതിനായി മത്സ്യത്തെ വിട്ടു നൽകണമെന്ന് ഉദ്യോഗസ്ഥരോട് ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.